അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റസൂദ് ബൈ തൃശ്ശൂരുള്ള വണ്ടിയാണ്. A to Z വർക്ക്, മെക്കാനിക്കൽ, ടിങ്കറിങ്, പെയിൻറ്റിങ് എല്ലാ വർക്കും ഇതിനകത്തുണ്ട്. നമുക്ക് എഞ്ചിൻ വർക്ക് കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു എമൗണ്ട് മെക്കാനിക്കൽ വർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നേരത്തെ വരുമ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ബോഡി ഫുള്ള് ഷേപ്പ് ഔട്ടായിരുന്നു. അതുപോലെ ഹിഞ്ചസ്, ഡോർ ഹിഞ്ചസുകൾ അലൈനല്ലാതെ അതങ്ങനെ ഒരുപാട് കംപ്ലയിൻ്റ് കൊണ്ടാണ് വണ്ടി വന്നത്. എഞ്ചിൻ വർക്കാണെങ്കിൽ ശരി, സസ്പെൻഷൻ വർക്കാണെങ്കിൽ ശരി, മൊത്തത്തിൽ A to Z വർക്ക് എല്ലാ ഭാഗവും നല്ല കംപ്ലയിൻ്റ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. അത് നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഒരു GS എങ്ങനെയാണോ വണ്ടി അതേ സ്റ്റൈലിൽ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് കണ്ടീഷൻ ആ ലെവലിലേക്ക് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ വർക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. A to Z സസ്പെൻഷൻ ഭാഗം, എഞ്ചിൻ ഭാഗം, അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഭാഗം, ക്ലച്ച് ഭാഗം, അങ്ങനെയുള്ള A to Z വർക്ക് നമ്മൾ സസ്പെൻഷൻ വർക്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മെക്കാനിക്കൽ വർക്ക്. പിന്നെ ബോഡി വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡോറ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോണറ്റ് മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബോഡി ഫുൾ പാച്ച് ആയിരുന്നു. ബോഡി ഷേപ്പ് ഉണ്ടായിരുന്നില്ല, ഷേപ്പ് ലൈന് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായിരുന്നു. അതെല്ലാം നമ്മൾ ലൈനെല്ലാം നല്ല നീറ്റായിട്ട് എടുത്ത് എല്ലാം ബോഡി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് A to Z പ്ലാറ്റ്ഫോം ആയാലും ശരി, ഇനി ചേസിൻ്റെ ഭാഗമാണെങ്കിലും ശരി, ഇനി ബോഡിയുടെ ഭാഗമാണെങ്കിൽ എല്ലാ ഭാഗവും നമ്മൾ പക്ക നീറ്റായിട്ട് ടിങ്കറിങ് വർക്ക് കഴിഞ്ഞ് അതിനുശേഷം ഫുൾ പെയിൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നതും ഗ്രീൻ കളർ പെയിൻറ്റ് തന്നെയായിരുന്നു. അതിൽ തന്നെ നമ്മൾ പീക്കോക്ക് ഗ്രീന് നമ്മൾ ആഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വരുന്ന കളർ ടൂണിൽ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ബോഡിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് പക്ക ഗ്രീനും ആ ഒരു പീക്കോക്ക് ഗ്രീൻ അങ്ങനെ പറയുന്ന ഒരു കളറാണ് ഇതിനകത്ത് ടൂൺ ചെയ്തിരിക്കുന്നത്. നമുക്കത് നോക്കിയാൽ തന്നെ അറിയാം. വെയിലിൽ ഇടുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് അറിയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോർണർ വരുന്നത്, ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ കോർണർ വരുന്ന ഭാഗം ഒരു ഗ്രീൻ ഷെയ്ഡും, അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ ബോഡിയിൽ വരുന്ന ഭാഗം ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് നമുക്ക് ഇതിനകത്ത് നല്ലവണ്ണം ഫീൽ ചെയ്യും. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യും. ആ കോർണർ ഭാഗം ഗ്രീൻ ആയിട്ടും പിന്നെ ആ ഫ്ലാറ്റായിരിക്കുന്ന ഭാഗം മൊത്തം ബ്ലൂ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യും. നമ്മളെല്ലാ വണ്ടിയിലും ആ ഒരു കളർ ടോണിൽ തന്നെയാണ് അടിക്കുന്നത്. പിന്നെ ബോഡി ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോർണറിൽ നിന്ന് ഒരു കോർണറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബോഡി ലൈനും പക്കയായിരിക്കും. ആ ബോഡി ലൈൻ എടുക്കാനാണ് നമുക്ക് മാക്സിമം ടൈം വേണ്ടത്. അപ്പോൾ എല്ലാ വണ്ടിയിൽ വരുന്ന വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വല്ലാതെ മോശമായിട്ടാണ് വണ്ടികൾ വരുന്നത്. അതിനെ നമ്മളിങ്ങനെ ബോഡി ലൈനാക്കി എടുത്തിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമ്മൾ നിലനിർത്തിയിരിക്കുന്നത്. എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ്, യാതൊരു എക്സ്ട്രാ ഫിറ്റ്മെൻറ്റും ഇല്ല, എക്സ്ട്രാ ലൈറ്റുകളില്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ സ്റ്റോക്ക് കണ്ടീഷൻ എങ്ങനെയാണോ വണ്ടി RS വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ GS വണ്ടി എങ്ങനെയാണോ ഇരിക്കുന്നത്, ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന പാർട്സുകൾ കംപ്ലീറ്റും ലൈറ്റ് പാർട്സുകൾ നമ്മൾ കംപ്ലീറ്റും ഒറിജിനൽ പാർട്സ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് മാത്രമല്ല, ലുമാക്സിൻ്റെ ഫോഗ് ലാമ്പും നോർമൽ ഫോഗ് ലാമ്പാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ പാർട്സുകളും നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഇൻഡിക്കേറ്റർ, ഫ്രണ്ടർ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ബാക്കിൽ ടൈലൈറ്റ്, റിഫ്ലാക്ടർ, ബോണറ്റ് ക്രോം, ഡിക്കി ക്രോം, ഫ്രണ്ട് ഗ്രില്ല്, അങ്ങനെ വരുന്ന എല്ലാ പാർട്സുകളും നമ്മൾ OE പാർട്സ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ മെക്കാനിക്കൽ പാർട്സും നമ്മൾ മാക്സിമം സാധനങ്ങൾ OE കിട്ടാവുന്ന എല്ലാ പാർട്സുകളും OE പാർട്സ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർക്കും അത് തന്നെയാണ് വേണ്ടിയിരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ OE ജെന്യൂനിറ്റി കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റും വർക്കും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ INDയുടെ നമ്മളൊരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പക്ക നീറ്റ് എന്താ പറയുക സ്റ്റോക്ക് കണ്ടീഷൻ. എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ ഫിറ്റ്മെൻറ്റും ഇല്ല. പിന്നെ എക്സ്ട്രാ നമ്മൾ ചെയ്തിരിക്കുന്നത് മാത്രം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈലക്സിൻ്റെ മിറർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടൊയോട്ടയുടെ ലോഗോ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അലോയ് വീൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്തത് തന്നെ അത് സ്റ്റോക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്പേസ് റെഡിയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാകുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ സ്റ്റോക്ക് എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് കണ്ടീഷൻ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എല്ലാ വർക്കും ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടോ ലിപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പ് സ്റ്റീലും അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ സൺവൈസർ നമ്മളിതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ ക്രോം ടൈപ്പ് ഹാൻഡിൽ മാറിയിട്ടുണ്ട്. പിന്നെ എംബ്ലം കിറ്റും മാറിയിട്ടുണ്ട്. ഇത്രയും മാത്രമേ നമ്മളിതിനകത്ത് ബോഡിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻറ്റീരിയറിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിൽ, കസ്റ്റമറുടെ ഇഷ്ടത്തിന് നമ്മൾ സീറ്റ് കവർ, അതുപോലെ തന്നെ ഡാഷ്ബോർഡ് സ്റ്റിച്ചിങ്, ഫ്ലോർ മാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബേസ് ആയിട്ടുള്ള ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബട്ടർഫ്ലൈ സീറ്റ് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഓവറായിട്ടുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സ്റ്റോക്ക് എങ്ങനെ വരുന്നോ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇൻറ്റീരിയറും കൂടെ എന്തായാലും നോക്കാം. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിലാണ് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ് ബ്ലാക്ക് ആൻഡ് റെഡ് സ്റ്റിച്ചിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ ടൂണിൽ തന്നെ നമ്മൾ ഡോർ പാഡും അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് സ്റ്റിച്ചിലാണ് ഡോർ പാഡ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ G99 ഒരു പവർ വിൻഡോ സിസ്റ്റം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോണിയുടെ ട്യൂട്ടറും കോമ്പണൻറ്റ് സ്പീക്കർമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിൽറ്റർ കാര്യങ്ങളുണ്ടാവില്ല. കോമ്പണൻറ്റ് സ്പീക്കർമാർ സോണിയുടെ സിസ്റ്റം നമ്മൾ ഫ്രണ്ടിലും ബാക്ക് ഡോറിലും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ഡോർ പാഡിൻ്റെ അതേ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ
ഡോർ പാഡ് ഹാൻഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഹാൻഡിൽ നമ്മൾ നേരത്തെ അടിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ്റാണ് അടിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ അത് മൊത്തം ഇളകി പോകുന്നതുകൊണ്ട് നമ്മളത് സ്റ്റിച്ചിങ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്തതാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീല്. ആ ഒരു സ്റ്റിയറിംഗ് വീല് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ കൺസോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളിൽ നമ്മൾ അതിൻ്റെ ബ്ലാക്ക് ടൂണിൽ വരുന്ന ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ ആം റെസ്റ്റും അതുപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ കവറും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗിയർ ലിവർ നോബ് വന്നിട്ട് നമ്മൾ GR-ൻ്റെ ഒരു ഗിയർ ലിവർ നോബ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാക്സിമം ജെന്യൂനിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ റൂഫ് ടോപ്പൊക്കെ നമ്മുടെ ആ സെയിം വണ്ടിയിൽ വരുന്ന അതേ കളർ ടൂണിലാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതേ കളർ ടൂണിൽ തന്നെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഗ്രേ സിൽവർ വരുന്ന ആ ഒരു ടൈപ്പ് കളറാണ് വരുന്നത്. ആ ഒരു ടൈപ്പിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സീറ്റ്, ബക്കറ്റ് സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, നോർമൽ സീറ്റ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ തന്നെ നമുക്ക് എന്താ പറയുക ഒരു കളർ ടൂൺ സെറ്റ് ചെയ്ത് തന്നാണ്. ഇതിലൊരു ബ്ലാക്ക് ഷെയ്ഡും ഒരു ഗ്രേ അങ്ങനെ ഒരു കളറിൽ വരുന്ന ഒരു ടൂണാണ്. അതിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കസ്റ്റമർ തന്നെ നമുക്ക് പറഞ്ഞു തന്ന് ചെയ്യിപ്പിച്ചാണ്. ഈ ഒരു ടൂണിൽ മതി എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഇതേപോലെ ഒരു ഡിസൈനിൽ മതി, നോർമൽ ഡിസൈൻ. ആൾ എക്സ്ട്രാ ഒരു ബൾക്ക് മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു നോർമൽ ഇതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂഫ് ഹാൻഡിൽ നമ്മൾ സ്വിഫ്റ്റിൻ്റെ റൂഫ് ഹാൻഡിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് റോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്ക് റോ നമ്മുടെ സ്ട്രൈറ്റ് സീറ്റാണ് വരുന്നത്, ബെഞ്ച് സീറ്റ്. അതേപോലെ തന്നെ ബെഞ്ച് സീറ്റിൽ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ കുഷ്യൻ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡ്, ബാക്ക് ഡോർ പാഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് എന്താ പറയുക സോണിയുടെ സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്തതിന് ലോങ് സൈസ് വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു സൗണ്ട് സിസ്റ്റം ചെയ്താൽ തന്നെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ സോണിയുടെ. ഇപ്പോൾ നമ്മൾ ആൽഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, JBL ചെയ്ത് കൊടുക്കുന്നുണ്ട്, പൈനിയറിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതേപോലെ സോണിയും. ഇപ്പോൾ JBL ചെയ്യുന്നത് മാക്സിമം കുറച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ JBL സ്പീക്കേഴ്സിൽ ഫ്രണ്ട് ഗ്രില്ല് വരുന്നില്ല, സ്പീക്കറിൻ്റെ മേലുള്ള ഗ്രില്ല് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഇടുമ്പോൾ ചിലപ്പോൾ തട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയുടെ ആണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഫിനിറ്റിയുടെ കോമ്പണൻറ്റ് സ്പീക്കറാണ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ലൊരു എഫക്റ്റാണ്. അതേപോലെ സോണിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ മാറ്റ് ഇട്ടിരിക്കുന്നത് സാധാ നോർമൽ ഫ്ലോർ മാറ്റാണ്, വിനൽ മാറ്റാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ബാക്ക് റോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അതുപോലെ സോണിയുടെ ഒരു ഓവൽ സ്പീക്കർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ റൂഫ് ലൈറ്റ് നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്ര ആ ഒരു ഇത് മാത്രമല്ല, എക്സ്ട്രാ ഒരു ബൾക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഒരു നോർമൽ മോഡിഫിക്കേഷൻ അതുപോലെ റീസ്റ്റോറേഷൻ മാത്രമാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്ക് റോയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈലൈറ്റും അതുപോലെ ഡിക്കി റിഫ്ലാക്ടറും അതുപോലെ തന്നെ ഡിക്കി ക്രോം ഇതെല്ലാം നമ്മൾ ഒറിജിനൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബീറ്റിൻ്റെ ഒരു വൈപ്പ് റാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഗാർണിഷും അതുപോലെ നമ്പർ പ്ലേറ്റ് വിത്ത് ഫ്രെയിം എല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എംബ്ലം കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഭാരത് സ്റ്റേജിൻ്റെ സ്റ്റിക്കറും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ബാക്ക് വശം. ബാക്കി സബ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല. നോർമൽ സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഈ വണ്ടി നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് വരുന്ന വണ്ടികളൊക്കെ ഏകദേശം നമുക്ക് കാണുന്ന ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, ഇതുപോലെയൊക്കെ ഉള്ള വണ്ടികളാണ് നമുക്ക് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എടുക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് മാക്സിമം നല്ലൊരു സമയം നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി വൈറ്റ് വണ്ടിയും ഇതേപോലെ ഒരു മിനിറ്റ് അപ്പോൾ ഇതിപ്പോൾ ഒരു വൈറ്റ് വണ്ടി വന്നതാണ്. ആ വൈറ്റ് വണ്ടി നമുക്ക് വരുമ്പോഴും ബോഡി ഷേപ്പ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഓരോരോ വണ്ടികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വെറുതെ നിർത്തിയിട്ട വണ്ടികൾ ഒന്ന് നീറ്റ് ആക്കണം, അതുപോലെ ഷോറൂം കണ്ടീഷനിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഓരോ വണ്ടികളും വരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടി നമുക്ക് ഇപ്പോൾ കണ്ട ആ ഒരു പുതിയ വണ്ടിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിലുള്ളൊരു എഫേർട്ട് അത് നിങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് നമുക്ക് ടൈമും ഈ 4 മാസം 5 മാസം 6 മാസം എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ വന്ന വണ്ടി തന്നെയാണ് ഇതും നമ്മളിപ്പോൾ ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ബോഡി ലൈനും കാര്യങ്ങളൊക്കെ എടുത്ത് ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ടിങ്കർ വർക്ക് ചെയ്യുന്ന വണ്ടികളുടെയും അവസ്ഥകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആ ഒരു വണ്ടി ആ ഒരു സ്റ്റൈലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു എഫേർട്ട് നമുക്കും ടൈമും കാര്യങ്ങളും അതിനകത്ത് വേണം. ഇതിപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും ആ ബോഡി ഷേപ്പ്, ബോഡി ഒരു ലൈൻ ഉണ്ടെന്നുള്ളൂ. പക്ഷേ എങ്കിൽ നമുക്ക് ആ ഒരു ബോഡി ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. കോളേജിലെ മിക്കവാറും വണ്ടികൾക്കും നമുക്ക് ബോഡി ഷേപ്പ് ഔട്ടായിട്ടാണ് വരിക. അത് കറക്റ്റ് ബോഡി ഷേപ്പ് ആയാൽ മാത്രമേ നമുക്ക് വണ്ടി അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥകൾ നിങ്ങൾ നോക്കണം. ആ ഒരു വണ്ടിയാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എഫേർട്ട് നല്ലോണം ഉണ്ട്. അപ്പോൾ അത് ടൈം നമുക്ക് തന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ എന്താ പറയുക ഒരു 2 മാസം 1 മാസം 4 മാസം പല കസ്റ്റമറും പറയുന്നുണ്ട് ഞാൻ 3 ടെസ്റ്റ് എടുത്താണ് 4 ടെസ്റ്റ് എടുത്താണ്, ആ വണ്ടിയുടെ വർക്ക് എന്താണ്, അതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അതിൽ എത്രത്തോളം വർക്ക് ഉണ്ടെന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത്തിരി സമയം ഓവറായിട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, അവരുടെ ഭാഗത്ത് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഓരോരോ വർക്ക്ഷോപ്പിൽ പോകുമ്പോഴും അവർക്ക് ചിലപ്പോൾ ആ ഒരു സമയം കൊണ്ട് 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് ചെയ്ത് കൊടുക്കും വർക്ക്. പക്ഷേങ്കിൽ ആ ഒരു വർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പുട്ടി
വർക്ക് മാക്സിമം കുറച്ച് ഡെൻറ്റിൻ്റെ വർക്കുകൾ മാക്സിമം ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു പുട്ടി വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പേസ്റ്റ് വർക്ക് മാക്സിമം കുറച്ചിട്ടാണ് ഈ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സമയം വേണ്ടി വരുന്നത്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു മാക്സിമം ഒരു കംപ്ലീറ്റ് ടിങ്കറിങ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ 1.5 മാസം എടുക്കും. പിന്നെ പെയിൻറ്റിങ് സെക്ഷനിൽ പോയാൽ തന്നെ 1.5 മാസം 2 മാസത്തോളം പെയിൻറ്റിങ് സെക്ഷൻ കുട്ടി വർക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനും സമയം എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയം വേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. എന്താ വെച്ചാൽ നിങ്ങളുടെ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ മാക്സിമം അത് നീറ്റാക്കി ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള സമയം നമുക്ക് എന്തായാലും തരണം. അപ്പോൾ എന്തായാലും റസൂബായി നമുക്ക് എത്തിയിട്ടുണ്ട് ഡെലിവറിക്കായിട്ട്. എന്തായാലും നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ കീ കീ ഹാൻഡ് ഓവറും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് റസൂബായിൻ്റെ ചോദിക്കാം നമ്മുടെ വണ്ടിയുടെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ വണ്ടിയിലും വരുന്നത് പോലെ തന്നെ നമുക്ക് സമയം ഡിലേ ആണ് കൂടുതലും വന്നിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 മാസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ വണ്ടി ഏകദേശം 8 മാസത്തോളം ആയി. അത് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലെ തന്നെ നമുക്ക് ഇതിന് അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സമയം ഡിലേ വന്നത്. അതിന് പ്രത്യേകം സോറി ചോദിക്കുന്നു ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിനനുസരിച്ച് ടൈം ആ ഒരു ഡിലേ വരുന്നുണ്ട്. അതാണ് സംഗതി, വേറെ ഒന്നുമല്ല. പോളിസിൻ്റെ പരമായത് പഴയ ബോഡി ആയതുകൊണ്ട് ചെറിയ ഡാമേജുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയം ഡിലേ വരുന്നത്. എന്തായാലും റസൂബായിട്ടിന് ചോദിക്കാം. വണ്ടി എന്തായാലും കണ്ടിട്ടുണ്ട്, നമുക്ക് വണ്ടി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഒരു റസൂബായിട്ടിന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ടായിരുന്നു വണ്ടി? വണ്ടിയെല്ലാം നീറ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിലേ എന്നുള്ള കാര്യം ഓക്കെയാണ്, പക്ഷെ അതും നമുക്കൊരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും സമയമായതുകൊണ്ട് നമുക്ക് പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം കൂടി നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. മറ്റേന്നൊക്കെ പറയുമ്പോൾ ഒറ്റയടിക്ക് ഇത്രയധികം ഫണ്ട് നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഡിലേ ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശെയാണ് നമുക്ക് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുണമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇനിയും നിങ്ങൾ എല്ലാ വണ്ടികളും ഇതേപോലെ തന്നെ എല്ലാവർക്കും ഭംഗിയായിട്ട് കൊടുക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. റസൂബായി പിന്നെ ഒരു പ്രത്യേക കാര്യം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അഡ്വൈസ് നമുക്ക് തന്നിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ ചെയ്യണം, ഇവിടെ ഫ്ലോറിൽ ഇങ്ങനെ ചെയ്യണം, ഇത്ര ആൾക്കാരെ നിർത്തണം, അതുപോലെ തന്നെ സർവീസ് അഡ്വൈസറിന് റസൂബായി പറഞ്ഞത് കൊണ്ടാണ് സർവീസ് അഡ്വൈസർ നമ്മളിപ്പോൾ ഇവിടെ നിന്നുള്ള പിള്ളേരിനെ എടുത്ത് 3-4 പേരെ സർവീസ് അഡ്വൈസർ ആക്കിയത്, അതുപോലെ കോൾ എടുക്കാൻ ഒരാളാക്കിയത് എല്ലാം റസൂബായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതിനും ബിഗ് താങ്ക്സ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഓരോരോ അപ്ഡേഷനുകൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. ഓരോ കസ്റ്റമറും നമ്മൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എല്ലാവരും ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. ഇപ്പോൾ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു നിമിഷത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇത് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ ഒരു രീതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കും അതൊരു എന്താ പറയുക അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റസൂബായി താങ്ക്സ്, ഹാപ്പി ജേണി. അപ്പോൾ എന്തുണ്ടെങ്കിലും വിളിക്കുക. ഓക്കെ, തീർച്ചയായും. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.